ഹായ് ഗൈസ്, ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടും ഫാമിലി ആയിട്ടുള്ള ഒരു ഡേ ഔട്ട് വീഡിയോ ആണ് കേട്ടോ. ആദ്യം തന്നെ ഞങ്ങളൊരു ഫുഡ് കഴിക്കാനായിട്ടൊരു ഹോട്ടലിൽ കയറി. നല്ല ഫുഡായിരുന്നു, ഫിഷ് ഐറ്റംസൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാവേരി ആനത്താവളം എന്ന് പറയുന്ന ഒരു പാർക്കിലേക്ക് പോയി. ഒരു മിനി സൂ പോലെ ആദ്യം തന്നെ കുറേ മീനുകളുടെ കുറേ വെറൈറ്റി ഫിഷ് ടാങ്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് കുറച്ചിങ്ങനെ നല്ല രസമുണ്ട് അവിടുത്തെ ആംബിയൻസ് ഒക്കെ കാണാനായിട്ട്. അവിടെ ഒരു സ്റ്റെക്കേഷനുള്ള ഒരു പരിപാടിയൊക്കെ തുടങ്ങുന്നുണ്ട് അവർ, സ്വിമ്മിംഗ് പൂളും ഒക്കെ ആയിട്ട്. നല്ല വിവിധ വെറൈറ്റി ബേർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹ റിസപ്ഷൻ, എൻഗേജ്മെൻറ്റ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പോർഷനുണ്ട് കേട്ടോ. അത് ഞാൻ എന്ത് കാണിക്കാനായിട്ട് വിട്ടുപോയി. പിന്നെ പല വിധത്തിലുള്ള ബേർഡ്സും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് മക്കാവോ അതിൻ്റെയൊക്കെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം, ആ കൂട്ടിലൊക്കെ കയറാം. പിന്നെ വേറൊരു വലിയൊരു കിളിക്കൂടുണ്ട്, അതിനകത്ത് നമുക്ക് കയറാം. അതിനകത്ത് കയറുന്നതിന് 100 റുപ്പീസാണ് പെർ ഹെഡ് കൊടുക്കേണ്ടുന്നത്. ഞാനും എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫും കയറി. ഞാനും അവളും കൂടെ കയറിയപ്പോഴത്തേനും ഞങ്ങളുടെ മക്കളെയും കൂടി കയറ്റി, ഓരോരുത്തരെയും കൂടെ കയറ്റി. അവർക്ക് സെപ്പറേറ്റ് ചാർജ് അവർ മേടിച്ചില്ല. പിന്നെ സ്റ്റാഫ്സിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, വളരെ നല്ല ബിഹേവിയർ ആയിരുന്നു അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. നല്ല സപ്പോർട്ട്, നമുക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് വിശദീകരിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ സ്റ്റാഫ് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അതേ ഈ ആനച്ചേട്ടനൊക്കെ ആണെങ്കിലും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ആനസവാരി ഉണ്ടായിരുന്നു, ആനയുടെ അടുത്ത് നിന്നൊക്കെ ഫോട്ടോ എടുക്കാനും ഒക്കെ നല്ല നല്ല രസമായിരുന്നു. പിന്നെ ഇതേ ഹെഡ്ജ് ഹോഗ്, ആദ്യം തൊടാനൊക്കെ ഭയങ്കര പേടിയായിരുന്നെങ്കിലും പിന്നീട് ഒരു ട്രിപ്പ് കണ്ട് കയറിയൊക്കെ ഇറങ്ങിയതിന് ശേഷം അവർ കുട്ടികൾക്ക് അതിനെ എടുക്കണം എന്ന് പറഞ്ഞ് രണ്ടാമത് ഞങ്ങൾ പോയി എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. അതിന് ചാർജില്ല, പക്ഷേ ഈ പാമ്പിനെ എടുക്കുന്നതിന് ചാർജുണ്ട്, 50 റുപ്പീസ്. പിന്നെ ആ ഒരു ആന കൂടാതെ വേറെ ആനകളൊക്കെ ഉണ്ടായിരുന്നു, ഒട്ടകം ഉണ്ടായിരുന്നു. പക്ഷേ ആ ആനകളുടെ അടുത്തൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല. ഈ ഒരു ആന മാത്രമേ ഉള്ളൂ ഇച്ചിരി ഇണങ്ങിയ ആന. അപ്പോൾ അതിൻ്റെ പുറത്ത് ആന സവാരിയും ഒക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് കളിക്കാനായിട്ട് കുറച്ച് ഏരിയ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളും വലിയവരും കളിക്കുന്നതിന് മാറ്റി നിർത്തണ്ടല്ലോ, ഞങ്ങളും കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ കറൻസി കളക്ഷൻസ്, കോയിൻ കളക്ഷൻസ്, പിന്നെ വിവിധ തരത്തിലുള്ള സ്റ്റോൺസ്, പിന്നെ പ്ലേ ഏരിയ, അങ്ങനെ ഒരുപാട് സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാനുള്ള കുറേ സമയമുണ്ടായിരുന്നു. പിന്നെ ഇത്രയേ ഉള്ളൂ. താങ്ക്സ്.